നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരം റാഫീഞ്ഞയുടെ ഇരട്ട ഗോളുകളുടെ ബലത്തിൽ FC ബാഴ്സലോണ ഇതാ വിജയിച്ചേറിയിരിക്കുന്നു. ലാലിഗയിൽ അവർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് അവർ ഒസാസുനയെ പരാജയപ്പെടുത്തിയത്. കളിയിൽ ഗംഭീരമായിട്ട് ആധിപത്യം പുലർത്തിയെങ്കിലും ഡെഡ്ലോക്ക് പൊട്ടിക്കാൻ അവർക്ക് 70 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു. ഏതായാലും റാഫീഞ്ഞയുടെ ബ്രേസ് അതോടുകൂടി ബാഴ്സലോണ വിജയം ഉറപ്പാക്കുകയായിരുന്നു. കളിയിലെ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടോറസും റാഷ്ഫോർഡും റാഫീഞ്ഞയും ലമീൻ യമാലുമൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ബുദിമിറും മുനോസും ചേർന്നുകൊണ്ട് ഒസാസുനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. ആദ്യ പകുതിയിൽ ബാഴ്സലോണയ്ക്ക് നല്ല ആധിപത്യമുണ്ടായിരുന്നു. പക്ഷേ അവസരങ്ങൾ മുതലെടുക്കാൻ കഴിയാതെ പോയി. ഗോൾ രഹിതമായിട്ട് ആദ്യ പകുതി അവസാനിച്ചു. ഒടുവിൽ 70-ാമത്തെ മിനിറ്റിലാണ് പെഡ്രിയുടെ അസിസ്റ്റിൽ നിന്ന് റാഫീഞ്ഞയുടെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ആ ഡെഡ്ലോക്ക് അവർക്ക് പൊട്ടിക്കാനായി. അതിനുശേഷം 86-ാമത്തെ മിനിറ്റിൽ താരത്തിൻ്റെ 2ാമത്തെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം FC ബാഴ്സലോണ സ്വന്തമാക്കി. ഇതോടുകൂടി ബാഴ്സയ്ക്ക് വേണ്ടി 60 ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നു റാഫീഞ്ഞ. ഏതായാലും 17 കളികളിൽ നിന്ന് 43 പോയിന്റോടെ ലാലിഗയിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നു FC ബാഴ്സലോണ. റയലിന് 16 കളിയിൽ നിന്ന് 36 പോയിന്റാണുള്ളത്. ഇന്ന് അവർ അലാവസിനെതിരെ കളിക്കുന്നുണ്ട്. കളി വിജയിച്ചാൽ വീണ്ടും ബാഴ്സയുമായിട്ടുള്ള പോയിന്റ് അന്തരം അവർക്ക് 4 കുറക്കാൻ പറ്റും. എന്തായാലും ബാഴ്സയുടെ ആധിപത്യം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.